ഇവിടെയും വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല, കാരണം അത് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് കേട്ടോ. ഇത് കോട്ടയുടെ ലെഫ്റ്റ് സൈഡാണ് കേട്ടോ, കാണാം നിങ്ങൾ, കോട്ടയുടെ ലെഫ്റ്റ് സൈഡാണ്. ഇവിടെയും വുഡനും വെച്ചിട്ട് ഒരുപാട് വർക്ക് ഇവിടെയും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നിർമ്മിക്കാനായിട്ട് തുടങ്ങിയത് ഹൈദരലി ആണെങ്കിലും ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത് ടിപ്പു സുൽത്താൻ സമയത്താണെന്നുള്ളത് കാണാം. പ്രധാനപ്പെട്ട ഒരു ബസ് സ്റ്റേഷൻ കൂടിയാണ് കേട്ടത്. ഒരുപാട് ബസ്സുകളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ടൂറിസ്റ്റുകളെ ഇത് ചെയ്തിട്ടായിരിക്കും ഈ ഒരു സംഭവം ചെയ്യുന്നത്. അപ്പോൾ എനിക്കിനി കുറച്ച് കാര്യം കൂടി ഉണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനി വെള്ളം മേടിക്കണം. വെള്ളം കയ്യിലിരിക്കണ വെള്ളം തീർന്നു. ഇനി വെള്ളം എവിടെന്നെങ്കിലും ഡ്രിങ്കിങ് വാട്ടർ എടുക്കണം. അപ്പോൾ അത് ഇനി പോകുന്ന വഴി എടുക്കണം. പാലസിലേക്ക് നമ്മൾ കയറാൻ പോകുന്നു. പാലസ് എത്തിയിട്ട് ഇവിടെ പാലസിലേക്കുള്ള എൻട്രിയാണ് കാണാൻ പോകണം. പാലസിലേക്കുള്ള എൻട്രി കണ്ട, ഇന്ത്യയുടെ അകത്ത് കൂടിയാണ് എൻട്രി വരുന്നത്. സമ്മർ പാലസ് കണ്ട, ടിപ്പു സുൽത്താൻ പാലസിന് വരുന്നത്. ഞാൻ ആക്ച്വലി ഇവിടെ നിന്ന് മാറി അപ്പുറത്തെ സൈഡിലേക്ക് പോയായിരുന്നു. അവിടെ നിന്ന് മാറി ആ സൈഡിൽ അപ്പുറത്തെ സൈഡിലേക്ക് പോയി. എൻട്രി ഏതാണെന്ന് അറിയാൻ പറ്റാണ്ടേ. പക്ഷെ ഇതിനകത്ത് കയറുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോഴും എനിക്കൊരു ധാരണയില്ല. ടിക്കറ്റ് എവിടെയാണ് അവിടെ എടുക്കുന്നത്? നമ്മൾ ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസിലേക്ക് കയറി കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ അകത്തെ കുറച്ച് കാഴ്ചകൾ നമ്മൾ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പോവാണ്. വീഡിയോ ചിലപ്പോൾ കുറച്ച് ലോങ് ആവും കേട്ടോ. കാരണം ഇതെല്ലാം നമ്മൾ ഷൂട്ട് ചെയ്ത് വരുമ്പോഴേക്കും ഒരുപാട് സ്പേസ് അല്ലെങ്കിൽ അത്രയും ലെങ്ത്ത് കിട്ടും. അപ്പോൾ നിങ്ങൾ ഒന്നും തോന്നരുത്, പരമാവധി വീഡിയോസ് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം. അതൊക്കെ തൂണൊക്കെ അകത്തോട്ട് തന്നെ തൂണുകൾ പില്ലറിലാണ് കേട്ടോ ഫുള്ള് നിർത്തിയേക്കുന്നത്. എല്ലാം പില്ലറിലാണ് നിർത്തിയേക്കുന്നത്. വുഡാണ് വുഡൻ പില്ലേഴ്സാണ് കംപ്ലീറ്റ്ലി. അകത്തെ കാഴ്ചകളാണ്, പാലസിൻ്റെ അകത്തെ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഫോറിനേഴ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ അവിടെ. വേറൊരു ഏരിയ, ഇവിടെയൊക്കെ നിൽക്കാൻ പറ്റുമെന്ന് പോലും എനിക്ക് പേടിയാണ്. കാരണം എന്താ തൂണതൊക്കെ ഇതൊക്കെ ഒടിഞ്ഞിരിക്കുവാണ്. കുഴപ്പമില്ല. ടിപ്പു സുൽത്താനൊക്കെ കഴിഞ്ഞിരുന്ന സ്ഥലമാണ് അത്. ബലമൊക്കെ ഉണ്ടോന്ന് ചെയ്യുന്നുണ്ടാവും. ഇതിൻ്റെ അകത്തളമുണ്ട്. അതിൻ്റെ അകത്തേക്ക് കയറുന്ന ഒരു ഭാഗമാണ്. പുറത്തെ കാഴ്ച, പുറത്തേക്കുള്ള വ്യൂ നോക്കി. ഇതിൽ എങ്ങോട്ട് ടച്ചൊന്നും ചെയ്യാൻ പാടില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വോളിൽ ഡാമേജ് ഒന്നും വരുത്താൻ പാടില്ല. ഇത് കംപ്ലീറ്റ്ലി വുഡാണ് കേട്ടോ. ഇതെല്ലാം ഈ കൺസ്ട്രക്ഷൻ ഫുള്ള് നടത്തിയിരിക്കുന്നത് വുഡനിലാണെന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് ഈ സംഭവം. ഇതിനകത്ത് പ്രധാനമായിട്ട് പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു എന്താ പറയുക, ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറിൻ്റെ ഒരു വൺ ഓഫ് ദി എക്സാമ്പിളാണത്. അല്ലോ ഇത് തുറന്നുകൊണ്ട് അതേപോലെ തന്നെ ഈ ഒരു ഫോർട്ട് നിർമ്മിച്ചിരിക്കുന്നത്, അതായത് ഈ നിർമ്മിക്കാനായിട്ട് തുടങ്ങിയത് ഹൈദരലി ആണെങ്കിലും ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത് ടിപ്പു സുൽത്താൻ സമയത്താണെന്നുള്ളത് കാണാം. അത് 1791 ഈ ഒരു ഫോർട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി ഈ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആകുന്നത് 1791. അതിനുശേഷം ഇത് ബ്രിട്ടീഷുകാർ, അതായത് ആ സമയത്ത് നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷുകാർ ടിപ്പു സുൽത്താനായിട്ട് വാറിൽ ആ സമയത്ത് ആംഗ്ലോ മൈസൂർ വാർ നടക്കുന്ന സമയമായിരുന്നത്. അപ്പോൾ അത് 3rd ആംഗ്ലോ മൈസൂർ വാർ നടക്കുന്ന സമയമായിരുന്നു 1790-92 കാലഘട്ടം. അപ്പോൾ അതിനുശേഷം ഇത് കംപ്ലീറ്റ് ആ സമയത്തൊന്നും ഇങ്ങാട് ആ വാറിലൊന്നും
ഈ ഒരു പാലസ് ബ്രിട്ടീഷുകാരുടെ കയ്യിലേക്ക് എത്തിയിട്ടില്ല. അതിനുശേഷം ടിപ്പു സുൽത്താൻ 4ാമത്തെ ആംഗ്ലോ മൈസൂർ വാറിൽ മരിക്കുന്നുണ്ട്. അദ്ദേഹം മരിക്കുന്നുണ്ട്. ആ മരിച്ചതിന് ശേഷമാണ് ഈ പറയുന്ന കോട്ട, അതായത് ഈ പറയുന്ന പാലസ് ബ്രിട്ടീഷുകാർ കംപ്ലീറ്റ്ലി യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇത് ആ സമയത്ത്, അതായത് ടിപ്പു സുൽത്താൻ മരിക്കുന്നത് 1799 മരിക്കുന്നത്. അപ്പോൾ മരിച്ചതിന് ശേഷം അവിടം തൊട്ട് 1868 വരെ ബ്രിട്ടീഷുകാരുടെ ഒരു സെക്രട്ടേറിയറ്റ് ആയിട്ട് യൂസ് ചെയ്തിരുന്നൊരു പാലസാണത്. അത്രയും നാൾ ബ്രിട്ടീഷുകാർ ഇത് അവരുടെ സെക്രട്ടേറിയറ്റ് ആയിട്ട് യൂസ് ചെയ്തു എന്നുള്ളതാണ്. അത്ര നാൾ ബ്രിട്ടീഷുകാർ യൂസ് ചെയ്തു ഈ ഒരു പാലസ്. ഇതിൻ്റെ പുറം വശത്തെ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പുറകിലത്തെ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതും അതേപോലെ തന്നെ, അതായത് ഫ്രണ്ടിൽ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ബാക്കിലും കൺസ്ട്രക്ഷൻ നടത്തിയിരിക്കുന്നത്. കണ്ടോ, സെയിം പാറ്റേണിൽ തന്നെയാണ് ബാക്കിലേക്കും കൺസ്ട്രക്ഷൻ നടത്തിയിരിക്കുന്നത്. ഇതിൻ്റെ അകത്തേക്കൊക്കെ നമുക്ക് കയറാൻ പറ്റുമായിരിക്കും. അകത്തേക്കൊട്ടൊന്ന് കയറി നോക്കാം. ഇപ്പം ഞാൻ മുകളിലേക്കാണ് കയറി. ഇപ്പം നമ്മൾ മുകൾ ഭാഗത്തേക്കാണ് നമ്മൾ കയറിയത്. ഇനി നമുക്ക് താഴ്ഭാഗത്തേക്കൊന്ന് കയറി നോക്കാം. താഴ്ഭാഗത്തേക്ക് എന്തൊക്കെയാണെന്നോ നോക്കാം. വീഡിയോ എടുക്കാനായിട്ട്, അകത്തെ വീഡിയോ എടുക്കാനായിട്ട് സമ്മതിച്ചില്ല കാശ്. അകത്തൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. അവർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ടിപ്പു സുൽത്താൻ്റെ ഒരു വാള് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ അകത്ത്. യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന വാളും പരിചയം കാര്യങ്ങളൊക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഒരു ഫുള്ള് വ്യൂ ഒന്ന് നടന്ന് കാണാം കംപ്ലീറ്റ്ലി ഇതിൻ്റെ പാലസിൻ്റെ അകത്തേക്ക്. ആ സമയത്തൊക്കെ, അതായത് ടിപ്പു സുൽത്താൻ്റെ ആ സമയത്തൊക്കെ ഈ ഇവിടെയൊക്കെ പുള്ളിക്കാരൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റോക്കറ്റ് ടെക്നോളജി വരെ കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ടിപ്പു സുൽത്താൻ്റെ ഏറ്റവും വലിയത്. ആ സമയത്ത് പുള്ളിക്കാരൻ റോക്കറ്റ് ടെക്നോളജി വരെ കണ്ടുപിടിച്ചിട്ടുള്ളതാണ്. നമുക്കൊന്ന് ആലോചിച്ച് നോക്കി, ആ കാലഘട്ടങ്ങളിൽ വരെ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് പുള്ളി ആർമി അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാളാണെന്നുള്ളതാണ്. അതായത് ഇവിടെ ഈ സൈഡിൽ തന്നെ ഒരു ഗാർഡൻ കാണാൻ പറ്റും നിങ്ങൾക്ക്. നല്ല ഭംഗിയുള്ള ഗാർഡൻ, അത്യാവശ്യം എല്ലാം അവർ ക്ലീനാക്കി നല്ല സൂക്ഷിച്ചിട്ടുണ്ട്. അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഏറ്റവും രസകരമായിട്ടുള്ള എനിക്ക് നമുക്ക് ഇതാകുന്ന ഒരു കാര്യം. ഇവർ നല്ല രീതിയിൽ ഇവിടെ മെയിൻ്റെനൻസും കാര്യങ്ങളും ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. ഇവിടെ ഇതിൻ്റെ കോട്ടയുടെ ഇപ്പുറത്തെ ഭാഗമാണ്, സൈഡിലത്തെ ഭാഗമാണ് ഈ കാണുന്നത്. ലെഫ്റ്റ് സൈഡിലെ ഭാഗം, റൈറ്റ് സൈഡിലെ ഭാഗം. ഇത് കോട്ടയുടെ ലെഫ്റ്റ് സൈഡാണ് കേട്ടോ കാണുന്നത് നിങ്ങൾ. കോട്ടയുടെ ലെഫ്റ്റ് സൈഡാണ്. ഇവിടെയും വുഡനും വെച്ചിട്ട് ഒരുപാട് വർക്ക് ഇവിടെയും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഞാൻ സമ്മർ പാലസിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇനി നേരെ ആർമറിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, നടക്കണം. ഇവിടെ നിന്ന് കുറച്ച് ദൂരം കൂടെ നടക്കാണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് നമുക്ക് റൈറ്റ് കട്ട് ചെയ്യണം. അവിടെ നിന്ന് റൈറ്റ് കട്ട് ചെയ്തിട്ടാണ് പോകണം കേട്ടോ. ഇവിടെ വെച്ചിട്ടായിരുന്നു പ്രധാനപ്പെട്ട ആയുധങ്ങൾ നിർമ്മിച്ചിരുന്നത്. ടിപ്പു സുൽത്താൻ്റെ സമയത്ത് ആയുധങ്ങളൊക്കെ നിർമ്മിച്ചിരുന്നത് ഈ ഭാഗത്ത്, ഈ ഒരു ആർമറിയിൽ വെച്ചിട്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ബംഗളൂർ ഫോർട്ട് നമ്മൾ കണ്ടില്ല, അപ്പോൾ അവിടെ മിലിറ്ററി ക്യാമ്പ് ആയിരുന്നു അവിടെ മെയിനായിട്ട്. അപ്പം അവിടേക്കുള്ള ആയുധങ്ങളെല്ലാം ഇവിടെ നിന്നായിരുന്നു നിർമ്മിച്ചിരുന്നത്. ഓജോ ക്ലോസ് ഓജോ ഡോഗ് ആണ്. ആ നീച്ചായിക്കോ, ടീക്കേ ടീക്കേ. പുള്ളിക്കാരി തന്നെ ഞങ്ങളുടെ അകത്തോട്ട് ഇത് ചെയ്യാനായിട്ട് ഡോഗിനെ മാറ്റി തരുന്നുണ്ടോ. ठीक है, हाँ कोई बात है, कोई बात नहीं.
അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കൂടി ഈ ഗ്യാപ്പിൽ കൂടി ഇറങ്ങണമെന്നാണ് പറഞ്ഞത്. എനിക്ക് ഇതിൽ കൂടി ഇറങ്ങാൻ പറ്റില്ല, കാരണം ബാഗ് ഇട്ടേക്കുന്നതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റില്ല. ഇവിടെ വെച്ചിട്ട് കയറേണ്ടി വരും. കുഴപ്പമില്ല. ഇപ്പോൾ ഈ ഒരു ഇതാണ് ശ്രീ നമ്മളെ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ പോകാനായിട്ട് എനിക്ക് പറ്റുന്നില്ല, അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. ഇതാണ്ട് ഗേറ്റ് അടച്ചേക്കട്ടെ. ഗേറ്റ് അടച്ചു. ശ്രീ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ അവിടെ ആൾക്കാർ വരുമെന്ന്. ആൾക്കാർ വന്നിട്ട് മോശമാക്കി ഇട്ടിട്ട് അത് പുള്ളിക്കാരാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഗേറ്റ് അവർ അടച്ചിട്ടേക്കണം. ഫുൾ ടൈം അത് അടച്ചിട്ടേക്കുമായിരിക്കും. നമ്മളെപ്പോഴുള്ള ആരെങ്കിലും കാണാൻ വേണ്ടി വരുന്നവർ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ അവിടെ വന്നിട്ട് ഈ പറഞ്ഞ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഈ പുള്ളിക്കാരിയാണ് അത് ക്ലീൻ ചെയ്യുന്നത്. ആ ഒരു സ്ത്രീയാണ് അവിടെ ഞാൻ പറഞ്ഞില്ലേ താമസമുണ്ടെന്ന് പറഞ്ഞത്. ആ വീട്ടിൽ താമസവും ആ സ്ത്രീ ആയിരുന്നു കേട്ടോ. ഇവിടെ നിന്ന് ഒരു വ്യൂ കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ഫുള്ള് ആടിൻ്റെ ഇതൊക്കെ നല്ല ഭംഗിയുണ്ടല്ലോ. അപ്പം നേരെ നമ്മളിനി ഇതെല്ലാം കഴിഞ്ഞു ഇനി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കാനായിട്ട് ഒരു 3 കിലോമീറ്ററോളം നടക്കാനുണ്ട്. അപ്പോൾ അവിടെ നടക്കാം. പ്രധാനപ്പെട്ട് ഇത് സിറ്റിനകത്തിൽ കൂടിയാണ് നമ്മൾ പോകാൻ പോകുന്നത്. മജസ്റ്റിക് എന്ന് പറയുന്ന മജസ്റ്റിക് സർക്കിളിലാണ് അവിടെയാണ് പോകാൻ പോകുന്നത്. അപ്പോൾ അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മൾ ഇന്ന് മിക്കവാറും ഒന്ന് വൈകുന്നേരം ആയിരിക്കും ട്രെയിൻ എന്നാണ് പറഞ്ഞത്. 2 മണിക്കാണ് ഞാൻ ബുക്ക് ചെയ്തത്. പക്ഷേ 4 മണിക്കൂറും 40 മിനിറ്റും ഡിലേ ആണ് ട്രെയിൻ. അപ്പോൾ ഏകദേശം 8 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇന്ന് നൈറ്റ് എനിക്ക് ഇവിടെ നിന്ന് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു ശോകമാണ്. ഇന്നലെ തൊട്ടുള്ള ശോകം ഇപ്പോഴും ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ പിന്നെ അങ്ങാട് ഇനി പോകുന്ന പറയാം. പിന്നെ ഫുൾ ടൈം ട്രെയിൻ തന്നെ ആയിരിക്കുള്ളൂ. അപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, നോക്കട്ടെ. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന കേട്ടോ, നിങ്ങളിലേക്ക് എത്തിക്കാതെ. അത് ട്രെയിനിൻ്റെ അകത്തെ കാഴ്ചകളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന പോലെ ഞാൻ എത്തിക്കുന്നതായിരിക്കും. ഇവിടെയുള്ള സെക്കൻഡ് മെയിൻ റോഡ് എന്ന് പറഞ്ഞിട്ട് റോഡിലൂടെ നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരെ ഹൈവേയിലേക്ക് കടക്കാൻ പോയാണ്. ഇത് പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റ് ഏരിയയാണ്. ഇപ്പോൾ ഇത് നിങ്ങൾ കാണുന്നത്. ഒരുപാട് ലോഡ് വരുന്ന വണ്ടികളും എക്സ്പോർട്ട് ഇമ്പോർട്ടും ആയിട്ടുള്ള വണ്ടികളൊക്കെ ഇവിടെ വന്നാണ് കിടക്കുന്നത്. കണ്ടോ, എക്സ്പോർട്ട് ചെയ്യുന്നതും ഇമ്പോർട്ട് ചെയ്യുന്ന അവർ ഇവിടെ വന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന ആയിക്കോട്ടെ, ഇമ്പോർട്ടിങ് ആയിക്കോട്ടെ. ലോറികളെല്ലാം ഇങ്ങടാണ് വരുന്നത്. ഇത് മാർക്കറ്റ് സൈഡിൻ്റെ ഒരു, അതായത് KR മാർക്കറ്റ് ഇല്ലേ, ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റാണത്. അതിൻ്റെ ഒരു വേറൊരു സൈഡാണത്. റോഡ് പണി നടക്കുകയാണ്. നടന്നു പോകാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. പരമാവധി നോക്കണം. നടന്ന് അപ്പുറത്തേക്ക് എത്തണം. നിങ്ങൾ ആ നേരെ കാണുന്നതാണ് മെയിൻ റോഡ്. ആ നേരെ കാണണം കേട്ടോ NH. അപ്പോൾ ആ ഭാഗത്തേക്ക് നടന്നെത്താൻ പറ്റുമെന്ന് നോക്കട്ടെ. നടന്നെത്താൻ പറ്റുമെന്നാണ് വിചാരിക്കണം. ഞാൻ ആക്ച്വലി അവിടെ നിന്ന് വണ്ടി ഓട്ടോ എന്തെങ്കിലും പിടിക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ കാഴ്ചകളൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, നിങ്ങളിലേക്ക് എത്തിക്കാനും എനിക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാനിങ്ങനെ നടന്നു പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ നടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാ കാഴ്ചകളും നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് എനിക്ക് പറ്റും. ഇവിടത്തേക്ക് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റാണ്. ഇവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ വരുന്നൊരു മാർക്കറ്റാണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ അകത്ത് കൂടെ നടക്കണം. ഇത് ഈ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ നടക്കാമെന്ന് വിചാരിച്ച്. ഞാൻ ആക്ച്വലി ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട് ഇത് എന്താ എടുക്കുന്നത്, വീഡിയോ എടുക്കുന്നത് എന്താ. ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞത്. യൂട്യൂബ് വ്ളോഗിങ് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സന്തോഷം കേട്ടോ. അവരും ക്യാമറയിലേക്ക് വരുന്നതിൻ്റെ ഒരു ഇതൊക്കെയാണ്. നമ്മളതേ മെയിൻ റോഡോട്ട് എത്തിയിട്ടുണ്ട്. NH എത്തി. ഇനി ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റ് എടുക്കണം. ലെഫ്റ്റിലേക്ക് പോകണം. ലെഫ്റ്റ് സൈഡിൽ ഇങ്ങോട്ട് പോകണം. ഇതിലിങ്ങനെ ഇവിടെ ഒരു പള്ളികളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഉണ്ടോ, ഒരു ട്രാഫിക്കിൽ വെട്ടിടക്കുക. എനിക്കാണെങ്കിൽ അങ്ങോട്ട് പോകാനും പറ്റില്ല. ആകെ
ട്രാഫിക്കിനെപ്പോൾ മാറാവും. ഇവിടുത്തെ സിനിമകളുടെ ഇതുണ്ടോ പോസ്റ്ററും കാര്യങ്ങളൊക്കെ. നമ്മുടെ ഇവിടുത്തെ പോലെയൊക്കെ തന്നെ കേട്ടോ. ഇവിടെ മതിലുകൾ എല്ലായിടത്തും മതിലൊക്കെ തന്നെ ഒട്ടിച്ചു വെച്ചേക്കും. സിറ്റിയുടെ ഒരു വേറൊരു സൈഡാണ് ഈ കാണുന്നത് നിങ്ങൾ. നമ്മളിനിപ്പോൾ ഈ റോഡ് നേരെ ചെല്ലുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അപ്പോൾ ഇതിൽ നേരെ നമുക്ക് നടന്ന് അങ്ങോട്ട് പോകണം. കുറച്ച് ദൂരം കൂടെ ഉണ്ട്, ഒരു 2 കിലോമീറ്റർ അടക്കി ഉണ്ടെന്നാണ്. ഇനി അങ്ങോട്ട് നടക്കേണ്ട താളനെ കൊണ്ടുവന്നിട്ട് ചെയ്യുന്നുണ്ടോ. ഇതൊക്കെ വേസ്റ്റും കാര്യങ്ങളൊക്കെ അതൊക്കെ ഇതേപോലെയൊക്കെ തന്നെ കേട്ടോ. ഇവിടെ ഇതാണ് ഒരു ലൈൻ. നമ്മ കൊച്ചിയിലൊക്കെ കാണുന്ന പോലെ ഓരോരോ ലൈൻ ഇതാണ് അതെ. അകത്തേക്കൊക്കെ ഓരോ സ്ട്രീറ്റ് റോഡ് പോലെ അകത്തേക്കൊക്കെ പോകുന്നുണ്ട്. പോക്കറ്റ് റോഡ് പോലെയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. മലക്ക് പോകുന്നതിൻ്റെ കറുപ്പും ഇതൊക്കെ മുണ്ടും സാധനങ്ങൾ കിട്ടിയത്. സാധാരണ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഒരു ജീവിതമൊക്കെ ഏകദേശം ഇപ്പോൾ ഒരു ഫ്ലാറ്റിൽ തന്നെയാണോ. ഒരു ബിൽഡിങ്ങിൽ തന്നെ 2-3 കുടുംബങ്ങളൊക്കെ തന്നെ ഉണ്ടോ കാണുന്നുണ്ട് ഓരോ ഇതിനകത്തും. ഇവിടെയും വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. കാരണം അത് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് കേട്ടോ. ഇതൊക്കെ വഴിയരികിലാണ് കൊണ്ടുവന്നിട്ടേക്കുന്നത് വേസ്റ്റ്. ഇതില്ലേ നമ്മുടെ ഇവിടെ വേസ്റ്റ് ഇത് കൊണ്ടുവന്നിട്ടേക്കുന്ന വേസ്റ്റ് ഇവിടെ ഡമ്പൽ ചെയ്യുന്ന സ്ഥലമൊന്നും ഇവിടെ നല്ല ഊതി കിടക്കുന്നുണ്ട്. ഇതൊക്കെ അങ്ങനെ പശുക്കളൊക്കെ അങ്ങനെ കെട്ടി അതാണ് ഓപ്പണായിട്ട് അഴിച്ചുവിട്ടേക്കുക പശുക്കളൊക്കെ. റെയിൽവേ സ്റ്റേഷനിൽ എത്താറായിട്ടാ. അപ്പുറത്തോട്ട് കാണുന്നത് റെയിൽവേ സ്റ്റേഷനാണ് കാണുന്നത്. ഈ മതിലിൻ്റെ അപ്പുറം കാണുന്നത്. പക്ഷെ ഇനിയും നടക്കാനുണ്ട് കുറേ ദൂരം. കറക്റ്റ് സ്റ്റേഷനിലേക്ക് എത്താനായിട്ട് കുറച്ച് ദൂരമുണ്ട്. ഇപ്പോൾ ഇത് ഓരോ മെയിൻ സിറ്റിയിലെ റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ടാണ് ഇത്രയും വൈഡാണ്. നല്ല രീതിയിൽ മെയിൻ സ്റ്റേഷനല്ലേ ഇത്. പോസ്റ്ററൊക്കെ കീറിയിട്ടുണ്ട്. പക്ഷേ ഇത് പാഴ്സൽ ഓഫീസാണ് കേട്ടോ. ബാംഗ്ലൂർ വരുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാഴ്സൽ എന്തെങ്കിലും അയക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി. ബാംഗ്ലൂർ സിറ്റി സ്റ്റേഷൻ തൊട്ടടുത്ത് തന്നെ ഉണ്ടോ പാഴ്സൽ ഓഫീസ്. പക്ഷേ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടാ. ഇനി വെയിറ്റിംഗ് ഹോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെയിറ്റിംഗ് ഹോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. വെയിറ്റിംഗ് ഹോളിലെത്തി. വെയിറ്റിംഗ് ഹോളിൽ ഇവിടെ സ്റ്റേ അടിച്ച് നിൽക്കേണ്ട. പിന്നെ ഒരു 12 മണിക്കൂറോളം നമ്മുടെ 8 മണിക്കൂറോളം ഇവിടെ തന്നെ ഇരിക്കണം. 8 മണിക്കൂറോളം ഇവിടെ തന്നെ ഇരിക്കേണ്ടി വരും. ഫുഡ് കഴിക്കാൻ വേണ്ടി എന്തായാലും പുറത്തേക്ക് പോകണം. പിന്നെ നോക്കിയിട്ട് ചെയ്യാം. ഒരു പയ്യൻ വന്നാണ് അവിടെ. പിന്നെ നമ്മുടെ സമ്മർ പാലസും അതേപോലെ തന്നെ ടിപ്പു സുൽത്താൻ ആർമറിയും നമ്മളിന്ന് ഈ എപ്പിസോഡ് കവർ ചെയ്തു. പിന്നെ അടുത്ത ദിവസം നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ഞാൻ പറഞ്ഞിരുന്നു ഒരു യാത്ര, നമ്മൾ ട്രെയിൻ യാത്രയാണ് അടുത്ത ദിവസം നമ്മൾ പുറപ്പെടാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളായിരിക്കും അടുത്ത എപ്പിസോഡിൽ വരിക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ ട്രെയിൻ യാത്രകളും കാര്യങ്ങളും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ദിവസം കാണാം. ഓക്കെ, അടുത്ത എപ്പിസോഡായിട്ട് അടുത്ത ദിവസം കാണാം.